താങ്ക് യു മിസ്റ്റർ മൻസൂർ ഭായ്. മൻസൂർ സാർ നല്ലൊരു കൈയ്യടി കൊടുക്കുക. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, എക്സൈറ്റഡ് ആണ്. ഏതായാലും ശരി, ഇന്നിവിടെ എത്തുക എന്നുള്ളത് ദൈവ നിയതിയായിരുന്നു. കാര്യം അതിസങ്കീർണമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങൾ ടീം നിൽക്കുന്നത്. ആഫ്റ്റർ 2 days ആയിരക്കണക്കിന് ആളുകൾ ഒരു ബ്രഹ്മാണ്ഡ ഫംഗ്ഷൻ പ്ലാൻ ചെയ്ത് അതിന്റെ ഹെഡായി നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ കയറിപ്പോയ STC അതുപോലെ എൻ്റെ ടീമും ഞാനൊക്കെ. പക്ഷെ വിളിച്ചത് റഫീഖ് സാർ ആണെങ്കിൽ വരിക എന്നത് ഇസ്മായിൽ ഉത്തരവാദിത്തം. ഈ ബിസിനസ്സിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കാര്യം എന്താണ്, നമ്മളെപ്പോഴും തിരിച്ചറിയുക, ദൈവത്തിന്റെ കയ്യൊപ്പ് ചേർത്തിയ പ്രൊജക്ട് നമ്മളിലേക്ക് ദൈവദൂതനായി പറഞ്ഞു തരാൻ വന്ന ആളുകളാണ് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, ആണോ അല്ലേ? അതാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. കാര്യം എന്താ, നമ്മളെ രക്ഷിതാക്കൾ നമ്മോട് പറഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടി ഞാൻ വെയിൽ കൊണ്ടോളാം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ ചെറിയമ്മയോ ചെറിയച്ഛനോ എളാപ്പോ മുത്താപ്പ പല പേരുകളുണ്ട്. ഇങ്ങനെയുള്ള കുടുംബ ബന്ധുമിത്രാദിയിൽ എത്രയാളുണ്ട് അങ്ങനെ പറയാം. അവിടെയാണ് ഏതോ ഒരു നാളിൽ നമുക്കൊരു ബന്ധമില്ലാത്ത ഒരു ചെറിയ പരിചയമുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിന്നെ ഞാൻ കോടിപതിയാക്കാം, നിനക്ക് വേണ്ടി ഞാൻ വെയിൽ കൊള്ളാം മഴ കൊള്ളാം എന്നൊരു അപ്ലൈൻ പറയുന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാം ദൈവം പറഞ്ഞയച്ച ദൂതരാണ് നമ്മുടെ. ടീച്ചർ ആയിട്ടുണ്ട്, ട്രെയിനർ ആയിട്ടുണ്ട്. ഇവർ പറഞ്ഞ പോലെ തന്നെ ഉമ്മയുപ്പേട്ട പേര് ഇസ്മായിലാണ്. പക്ഷേ നാട്ടിൽ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ പല പേരിട്ടു. ആദ്യം വൈദ്യരായിരുന്നു, ഡോക്ടറായിരുന്നു, തൈല കച്ചവടമായിരുന്നു, സോപ്പായിരുന്നു, പേസ്റ്റ് ആയിരുന്നു, പലതും ഉണ്ടായിരുന്നു, ആണോ അല്ലേ? ഏകദേശം വൈദ്യര് പേരിട്ടിയ ആൾക്കായിരുന്നു കൈയോഗിക്കണേ. വൈദ്യന്റെ പേരിട്ടിയതും NTC ആകാനുള്ള യോഗ്യത ഉണ്ട്. കൈയടിച്ചു. ഈ പേരൊക്കെ വാങ്ങണം. ഈ പേര് വാങ്ങിയവരെ തെക്കാവുള്ളൂ, അല്ലാതെ വിളിക്കരുത് എന്നൊന്നും പറയരുത് കേട്ടോ. ഈ പേരൊക്കെ നാട്ടുകാർക്ക് വിളിക്കാനുള്ളതാണ്, അവരെ ദൈവം ഏൽപ്പിച്ചതാണ്. ഓക്കെ, സോ സന്തോഷത്തോടെ സ്വീകരിക്കുക, അല്ലാതെ എന്ത് ചെയ്യരുത്, അവരെ എതിർക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ നമുക്ക് എന്താണ്ടായിരിക്കും, ഒരു സ്വീറ്റ് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇനിയും ഉറങ്ങല്ലേ നീ എന്ന് ഉണർത്തുപാട്ട് പാടാൻ വേണ്ടി ചില ആളുകളെ ദൈവം നമ്മളെ നിയമിച്ചിട്ടുണ്ടാകും. അവരുടെ വാക്കുകളായിട്ട് എന്തിനെ കണ്ടാൽ മതി, ഈ ഡോക്ടറും വൈദ്യരെയും കണ്ടാൽ മതി. ഓക്കെ, എനിഹൗ ഈ ബിസിനസ് തുടങ്ങുന്നത് ടീച്ചറായിട്ടാണ്, ട്രെയിനറായിട്ടാണെന്നൊക്കെ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റില്ലാത്ത രൂപത്തിൽ ഒരു വ്യാഴവട്ടക്കാലം ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ എന്ന് മാത്രമല്ല ഗ്ലോബലി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കളുടെ അധ്യാപകനാകാൻ ഭാഗ്യം സിദ്ധിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസത്തിന്റെ മിഷന്റെ പാർട്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്, കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ കരിയർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ തൻ്റെതായ കോൺട്രിബ്യൂഷൻ ചെയ്യാനൊക്കെ പലതും പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള 2 വിദ്യാർത്ഥികളോട് ഇറങ്ങിപ്പോയത്, ഒന്ന് STC റാങ്കിൽ മിസ്റ്റർ ഉവൈസും RTC റാങ്കിൽ മിസ്റ്റർ ജുനൈദും. നല്ല കൈയടി കൊടുക്കാം. ഞാനിപ്പോ അധ്യാപകന്മാരായ എന്റെ വിദ്യാർത്ഥി മക്കളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്താ പറയാ, അവിടെയല്ല കൊടുക്കുന്നത്. നമ്മളൊരു അന്നദാനം കൊടുക്കുമ്പോൾ പറയില്ലേ, ആ വരിയിലല്ല കൊടുക്കുന്നത്, ഈ വരിയിലാണെന്ന്. വിജയത്തിന്റെ പായസ സൽക്കാരം വിളമ്പുന്നത് മൈ ലൈഫിന്റെ വരിയിലാണ്. ലോകത്തല്ല, വിദ്യാഭ്യാസം മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളതാണ്. ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, ദർ ഈസ് നോ ഡൗട്ട്. സോ സീരിയസ്ലി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറയാനുള്ളത്, 4 പ്രധാന ആളുകൾ ഈ ലോകത്തുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആകുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ ആവരുതെന്ന് പറയാനാണ് അറിവിന്റെ മേഖല പറയുമ്പോൾ. He who knows and knows, he knows he is a wise follow him. He who knows not and knows not, he knows not, he is a fool shun him. He who knows and knows not, he knows he is asleep, awake him. He who knows not and knows, he knows not, he is a student, teaching him. ഈ 4 കാര്യം നമ്മൾ പറയരുത്. ഏതാണ്? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ he who knows and knows, he knows he is a wise follow him. ഒരു മനുഷ്യർക്ക് സ്വയം അറിയാം, അതിന്റെ കൂടെ അവനക്ക് അറിയാമെന്നും അറിഞ്ഞാൽ അവൻ ബുദ്ധിമാനാണ്, അവന്റെ കൂടെ പോകണം, ആണോ അല്ലേ? പക്ഷെ രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, സ്വന്തമായിട്ട് അറിയില്ല എന്നും അറിയില്ലെങ്കിൽ അവൻ ഫൂളാണ്, അവന്റെ കൂടെ പോകരുത്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയും, ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഈ 2ാം കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാവും. ഇതുപോലുള്ള മീറ്റിങ്ങിന് വിളിക്കുമ്പോഴോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയപ്പെടുന്ന സമയത്തോ ഒരു പക്ഷേ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ആ വട്ടം കാണുമ്പോൾ തന്നെ ആ വട്ടം വരച്ചു, മനസ്സിലായി ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി, ആണോ അല്ലേ? ഇൻഡസ്ട്രിയുടെ തുടക്കം പറയുമ്പോൾ തന്നെ എന്ത് പറയും, എനിക്ക് ശരിക്കും മനസ്സിലാക്കണം, ഇതാ മറ്റേ പരിപാടി, ആളെ ചേർക്കുന്ന പരിപാടി, അതല്ലേ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ആളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ കേട്ടതല്ല മക്കളെ, ഇത് ഇവിടുന്ന് കേൾക്കാൻ പോകുന്ന ചരിത്രമാണ്. ശരിക്കും അതുകൊണ്ട് ഒരു മുൻവിധിയിൽ നിങ്ങൾ ഒന്നിനെയും കേൾക്കരുത്, മനസ്സ് തുറന്നിട്ട് അൺലേൺ ആൻഡ് റീലേൺ. ഈ ലോകത്ത് എപ്പോഴും പറയാറുള്ളത്, മോസ്റ്റ് ഇഗ്നറന്റ് പീപ്പിൾ ഫോർ ദ 21st century ഈസ്, ഈ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും അഭ്യസ്ത വിദ്യരല്ലാത്ത, അതല്ലെങ്കിൽ അജ്ഞരെന്ന് പറയുന്ന ലോകം ഒരിക്കലും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരോ മറ്റൊന്നുമല്ല. എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് എത്ര ഇല്ലെങ്കിലും നിങ്ങൾ ആരും അജ്ഞരല്ല. പക്ഷേ ആധുനിക നൂറ്റാണ്ട് അജ്ഞരെന്ന് വിളിക്കുന്ന ടീം അൺലേൺ ആൻഡ് റീലേൺ ചെയ്യാത്തവരാണ്. അതായത്
ഇതുവരെ പഠിച്ചതിനെ മാറ്റി വെച്ചിട്ട് റീലേൺ, പുതിയ യുഗത്തിന് വേണ്ടി പഠിക്കാത്തവരാണ് അജ്ഞരെങ്കിൽ യുഗം മാറിയിട്ടുണ്ട്, പഠനം മാറേണ്ടതുണ്ട് എന്നാണ് മൈ ലൈഫ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്നതിന് മുന്നിലുള്ള ടീച്ചിങ്ങും ട്രെയിനിങ്ങും കരിയർ മേഖലയിലൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വിദ്യാർത്ഥി മക്കളെ ഒരു പക്ഷേ ജോലിക്കാരനാകാനോ ഉദ്യോഗസ്ഥനാകാനോ അതുപോലുള്ള ഒരു ജോബ് സെക്ടറിലെ എംപ്ലോയി സെക്ടറിലേക്കാണ് പഠിപ്പിച്ചതെങ്കിൽ കോടിപതിയാക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് ജന്മം തന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സയൻസ്. ആ പഠനമാണ് ഏറ്റവും സുന്ദരമായിരിക്കുന്ന പഠനം. സോ ആക്ച്വലി ഈ ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് തിരിച്ചറിയേണ്ട കുറച്ചൊന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ESൽ നിന്ന് BI കാറ്റഗറിയിലേക്ക് ആണല്ലേ. സോ ESൽ നിന്ന് BI കാറ്റഗറിയിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ശരിക്ക് ആദ്യം മാറ്റണം നമ്മുടെ മൈൻഡ് സെറ്റാണ്. മനസ്സ് മാറാതെ നമ്മൾ എങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് SI സാർ കിണറ്റിൽ വീണൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കഥയുടെ രൂപം ഇങ്ങനെയാണ്. സാറ് ഏമാൻ കിണറ്റിൽ വീണു. ആ സമയത്ത് പോലീസുകാരൊക്കെ പെട്ടെന്ന് വട്ടം കൂടിയിട്ട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യണം, പൊക്കി കരയിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കയറുമായി വന്നു. എല്ലാ കോൺസ്റ്റബിൾമാരും പോലീസ് ഓഫീസേഴ്സും കയറ് താഴെയിട്ടു. പോലീസ് ഏമാൻ നമ്മുടെ SI സാർ അങ്ങനെ കയറും പിടിച്ച് മുകളിലോട്ട് വന്നു. എത്തിയ ഉടനെ മുകളിൽ എത്തിയ സമയത്ത് നേരെ എന്ത് ചെയ്തു, കോൺസ്റ്റബിൾ പോലീസ് സല്യൂട്ട് അടിച്ചു. കാരണം അല്ലേ, ഇവര് പണ്ട് പഠിച്ചു വെച്ച സാധനം എന്ത്, SIയെ കണ്ടാൽ സല്യൂട്ട് അടിക്കണം. ഇത് പണ്ടേ പഠിച്ച പാട്ടാണ്, ഇത് മാറില്ല. അങ്ങനെ നേരെ എത്തി. ഇതിപ്പോ കഴിഞ്ഞു എന്ന് SI കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ ബഹല വിട്ടു നേരെ താഴത്ത് പോയിരുന്നു. വീണ്ടും വലിച്ചെടുത്തു. പക്ഷെ എങ്ങനെ നോക്കിയാലും SIനെ കണ്ട സല്യൂട്ട് അടിക്കാം. 4-5 പ്രാവശ്യം സാധു വീണു. ലാസ്റ്റ് പോലീസ് പറഞ്ഞു ഇയാളെ നടക്കൂല, നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ സുപ്പീരിയർ ഓഫീസേഴ്സ് വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ DYSP SP അടങ്ങുന്ന വലിയ ടീം വന്നു. അവര് വന്നിട്ട് കയറെടുത്ത് വലിച്ചു. അങ്ങനെ വലിച്ചു മുകളിലെത്തിയ സമയത്ത് ഈ SI സാർ കാണുന്ന DGP-നാണ്. ഒറ്റ സല്യൂട്ട് SI നേരെ ഈ മനുഷ്യൻ ജന്മത്തിന് കിണറ്റിന്ന് കയറുമോ? ഇല്ല. എന്താ കാരണം? ഇവൻ പഠിച്ച പാട്ടാണ് ഇത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു, ഇതുവരെ പഠിച്ച പാട്ട് മറന്നിട്ട് മൈ ലൈഫിന്റെ പാട്ട് കേട്ടാലേ ജയിക്കാൻ പറ്റും. നിങ്ങൾ തിരിച്ചറിയാനുള്ളത് ഇത് വേറെ ലെവലിലാണ്. കാര്യം എന്താണ്, നമ്മളെപ്പോഴും തിരിച്ചറിയുക, നമ്മള് നാട്ടിലൊക്കെ പഠിച്ച പഠനങ്ങൾ ശരാശരി റോബർട്ട് ഫ്രോസ്റ്റിനെ പോലെയുള്ള ആളുകളും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ വാൾട്ടർ ഡിസ്നിയെ പോലെയുള്ള ആളുകളൊക്കെ ചില എന്താ പറയാ വരികൾ പറഞ്ഞിടത്ത് തന്നെ പറയുന്നുണ്ട്, നിന്റെ കോളേജ് പഠനങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ ഹനിക്കപ്പെടുന്നതാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു മുന്നേറുമ്പോ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, നന്നായി പഠിച്ചോ നല്ല ജോലി വാങ്ങിക്കോ. അല്ലെ, ജോലി വാങ്ങിയാൽ എന്തേ വാങ്ങാൻ പറ്റൂ, കൂലിയെ വാങ്ങാൻ പറ്റൂ. ജോലിക്കാരനുള്ളത് എന്താണ്, കൂലിയാണ്, ഒരിക്കലും അസറ്റ് അല്ല, വെൽത്ത് അല്ല. പക്ഷെ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മുടെ നാട്ടിലെ 10 കോടിയുടെ 100 കോടിയുടെ വീടെടുത്തവനാവട്ടെ, റോഡിലൂടെ പറക്കുന്ന ഏറ്റവും നല്ല 1 CR കാറിന്റെ ഉടമയുടെ ഓണർഷിപ്പിലെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തിയാവട്ടെ, അതൊന്നും ഇന്നേ വരെ നമ്മൾ കണ്ട പോലെയുള്ള വലിയ സർട്ടിഫിക്കറ്റോ PhD MBBS എടുത്തവരല്ല. മറിച്ച് അഭ്യസ്ത വിദ്യയുടെ 4 അയലത്ത് വന്നില്ലെങ്കിലും പടിവാതിൽ കടന്നില്ലെങ്കിലും ഒരു പക്ഷേ ബിസിനസിന്റെ സാമ്രാജ്യം ഡീൽ ചെയ്തവനാണ് യഥാർത്ഥ. നമ്മൾ അതുപോലെ ഒരു ബിസിനസിന്റെ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ ആരാന്റെ പണിയെടുക്കും. അതുകൊണ്ടാണ് ഗോ ടു ബെഡ് വിത്ത് ഡ്രീംസ്. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ബെഡിലേക്ക് പോയാൽ വേക്ക് അപ്പ് വിത്ത് പ്ലാൻസ്. നിങ്ങൾ ഉണരേണ്ടത് ഒരു പ്ലാൻ കൊണ്ടായിരിക്കണം. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഇവിടെ ഈ ഹാളിൽ ഞാൻ കടന്നപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം കാണുന്ന ഡ്രീം സ്പേസ് ആണ് അല്ലെ. ഡോണ്ട് സ്റ്റോപ്പ് അണ്ടിൽ യു ആർ പ്രൗഡ്. നിന്റെ അഭിമാനം നീ ഉറപ്പിക്കും വരെ ഒരിക്കലും നിർത്താൻ പാടില്ല. ഹണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക പറയുന്നതാണ് ഡ്രീം ഫ്യൂവൽസ്. നമ്മുടെ പറയുന്ന വാക്കാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഇന്ധനമാകേണ്ടത് സ്വപ്നമാണ്. ഈ ബിസിനസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, സ്വപ്നമുള്ളവർക്ക് ഇത് മനസ്സിലാകും. ആണോ അല്ലേ? ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വപ്നം. ഞാനിട്ട ഈ കോട്ടാവട്ടെ, ഈ സംസാരിക്കുന്ന മൈക്കിലാവട്ടെ, കത്തുന്ന ലൈറ്റ് ആവട്ടെ, ആരൊക്കെയോ കണ്ട സ്വപ്നമാണ്. ആണോ അല്ലേ? ഇന്ന് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ആരോ കണ്ട സ്വപ്നം, ഭ്രാന്തമായ ആവേശം. കയ്യിൽ മൊബൈലുണ്ട്, ആണോ അല്ലേ? ആ മൊബൈല് കണ്ടെത്തിയ മനുഷ്യന് തന്റെ വീട് പട്ടിണിയായിട്ട് ഒരു നേരത്തെ അഷ്ടിക്ക് വകയില്ലാണ്ട് കണ്ടെത്തിയതാണോ മൊബൈല്? അല്ല. അവന്റെ വീട്ടിൽ കഴിഞ്ഞു പോകാൻ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ബ്രെയിനിലെ ഒരു സ്വപ്നം, ഗ്രഹാൻ കല്ലുമാരാണെങ്കിലും ആരാണെങ്കിലും
ഞാൻ കണ്ടെത്തിയ ഈ അറിവ് ഉപയോഗിച്ചാൽ ഈ ഇരുമ്പ് ദണ്ടിൽ നിന്ന് അടുത്ത ഇരുമ്പ് ദണ്ടിലേക്ക് ശബ്ദശ്രേണി സഞ്ചരിക്കുന്ന ഒരു മായാജാലം അറിവ് എന്റെ കൊണ്ട് ആണോ അല്ലേ? അന്ന് ഇത് കണ്ടെത്താൻ നിൽക്കുന്ന സമയത്ത് അവൻ പരിഹാസിതനാണ് ആണോ അല്ലേ? എനിക്ക് വല്ല അസുഖമുണ്ടോ? ഇത് കണ്ടെത്തിയത് എന്തിനാ വേണ്ടത് ആണോ അല്ലേ? കാളവണ്ടിയുടെ ചക്രം മുഴുവനാത്ത ഊടുവഴികൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇന്ന് എഞ്ചിന്റെയും മെഷീന്റെയും ലോകത്തിന് ജന്മം നൽകുന്ന ഹെൻറി ഫോർഡുമാര് കാറ് ജന്മത്തിൽ നിൽക്കുമ്പോ കാളവണ്ടിയിലെ മനുഷ്യൻ പറഞ്ഞു, അല്ല ഹെൻറി, നിനക്ക് വല്ല വട്ടുണ്ടോ ആണോ അല്ലേ? കാര്യം എന്തിന്റെ ആവശ്യമുണ്ട്? അന്നെങ്ങാനും ഹെൻറി കണ്ടില്ലെങ്കിൽ ഇന്ന് ഈ ഹാളിലേക്ക് വന്നിരിക്കുന്ന പുറത്ത് മുഴുവൻ നിറച്ച് കാളവണ്ടി ഉണ്ടാവും. നിങ്ങൾ വന്നത് ആണോ അല്ലേ? എന്തുകൊണ്ടാണ് ഉണ്ടായില്ല? നിങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് കാറ് വന്നു, ബസ് വന്നു, ഇന്ന് കടല് കടന്നു പോകുന്ന വിമാനങ്ങൾ വന്നു, വലിയ കപ്പലുകൾ വന്നു. എന്തുകൊണ്ട്? ഏതോ ഒരു മനുഷ്യൻ ഭ്രാന്തമായ സ്വപ്നത്തിന്റെ പിറകിൽ പോയി ആണല്ലേ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഓരോ അവസ്ഥയും വേണ്ട. ഈ അണിഞ്ഞ വസ്ത്രത്തിന് ഏതോ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു പുഴുവിന്റെ അതിന്റെ എന്താ പറയാ അതിന്റെ അംശങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ അതിന്റെ ദ്രാവകളിൽ നിന്ന് കണ്ടെത്താനോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ക്ലോത്ത് നിർമ്മാണത്തിനോ മനുഷ്യൻ തയ്യാറായില്ലെങ്കിൽ ഈ വന്നവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടാവും. ആണോ അല്ലേ? അപ്പൊ ആരോ കണ്ടതുകൊണ്ടല്ലേ നമുക്കിത് കിട്ടിയത്. അതുകൊണ്ട് ആരൊക്കെയോ കണ്ട സ്വപ്നത്തിൽ നമ്മൾ ജീവിച്ചെങ്കിൽ നമ്മൾ കണ്ട സ്വപ്നത്തിൽ അടുത്ത തലമുറ ജീവിക്കണമെന്ന് ദൈവം മനുഷ്യന് കനിഞ്ഞേകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ടു ബി എ ഡ്രീമർ ആണോ അല്ലേ? സ്വപ്നം കത്തിച്ച് സ്വപ്നം കാണാം. അതുകൊണ്ടാണ് മിസ്റ്റർ APJ അബ്ദുൽ കലാം തന്നെ പറഞ്ഞത്, ഉറക്കത്തിൽ നീ കാണുന്നതല്ല മോനെ സ്വപ്നം, ഏതൊന്നാണ് നിന്നെ ഉറക്കം കെടുത്തുന്നത് അതാകണം സ്വപ്നം എന്ന്. അതായത് ഉറക്കം കെടുക്കണം. ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എങ്ങനെ ഉറങ്ങാൻ നോക്കിയാലും നിങ്ങൾക്ക് ഉറക്കം വരരുത്, റെസ്റ്റ് എടുക്കാൻ തോന്നരുത്, നിർത്താൻ തോന്നരുത്. ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഐ വിൻ. ജയിക്കും വരെ ഈ പണം നിർത്താൻ ഞാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറയപ്പെടുന്നു. ആക്ച്വലി ഇൻഡസ്ട്രി തുടങ്ങിയ സമയത്ത് ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. 4 പോയിന്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോ മസ്റ്റ് യു തിങ്ക് what you are doing, അതല്ലെങ്കിൽ what the purpose of the business. This business തുടങ്ങാനുള്ള നിങ്ങളുടെ why would you to start this business, എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങിയത് എന്നൊരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയുന്നത് കാശില്ലാത്തവന് ഇറച്ചിക്ക് പോയ പോലെ എന്ന് പറയാറുണ്ട് അല്ലേ? പണ്ടൊരിക്കല് ഒരു എന്താ പറയാ സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് രാജാവും രാജകുമാരനും തൊട്ട അയൽപക്കത്തെ രാജകുമാരിയും തമ്മിൽ അതീവ പ്രണയത്തിലായി, മുടിഞ്ഞ പ്രണയം. അങ്ങനെ പണ്ട് കാലത്ത് പിന്നെ നമ്മൾ ഇതുപോലത്തെ വാട്സപ്പും ബെസ്റ്റ് ചെയ്യാൻ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് പല പക്കത്തുനിന്നും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. താങ്ക് യു സാർ, നല്ലൊരു വീട്. സോറി. സോ ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കഥ ഇങ്ങനെയാണ് പോകുന്നത്. പ്രണയം മൂത്തു. അങ്ങനെ അവസാനം നാട്ടുരാജാക്കന്മാര് ന്യൂസ് അറിഞ്ഞു. അതായത് ഇവര് തമ്മിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും അല്ലെ? ലാസ്റ്റ് രാജാവ് പറഞ്ഞു അത്രേ, നയതന്ത്ര ബന്ധവുമായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മുൻകാല ചില ഹിസ്റ്ററീസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് സംഗമിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ രാജകുമാരിയും ഈ രാജ്യത്തെ രാജകുമാരൻ തമ്മിൽ എന്ത് ചെയ്യില്ല, ഒന്നിച്ചൊരു ജീവിതം അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പണ്ടത്തെ പോലെ തന്നെ നമ്മളല്ലേ സ്നേഹത്തിന് കണ്ണുക മൂക്കില ചെവിയില്ല എന്നൊക്കെ പറയും അല്ലേ? അന്നാ പറയുന്നത് പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കോരി ഇല്ലാന്നാ ഞാൻ പറയുള്ളൂ. കാരണം എന്താ, അവ പ്രണയം പോയി അടുത്ത പ്രണയം നോക്കണം, വല്ല അതിനു വേണ്ടി തൂങ്ങി അടിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ പൊട്ടതരാണ്. അതൊക്കെ പോട്ടെ, ജീവിതം ജീവിച്ച് കാണിക്കാനുള്ളതാണ് ആണോ അല്ലേ? ലൈഫ് ഈസ് ടു എൻജോയ്. ഏതെങ്കിലും ഒരു വിഷമം കയറിയിട്ട് വെറുതെ ഫാനിന്റെ തൂക്കം നോക്കാനുള്ളതാണോ ജീവിതം? ഒരിക്കലും അല്ല. ജീവിതം അടിച്ചു വിളിക്കണം. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഇറ്റ്സെൽഫ്. ജീവിതം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അത് ആർക്കെ തിരിയുള്ളൂ എന്നറിയോ? നമ്മുടെ ICUയിൽ കിടന്നേക്കാണ്ട് വെന്റിലേറ്ററിന്റെ ബില്ല് കിട്ടുന്ന മുതലാളികൾ ചോദിക്കണം, എന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ വില എത്ര. അപ്പൊ ഈ ശ്വാസത്തിന് ബില്ലുണ്ടെന്ന് മനസ്സിലാക്കപ്പോഴാണ് ആണോ അല്ലേ? ജീവിതത്തിലെ ജീവിതം തന്നെ ഒരു ഗിഫ്റ്റാ. അത് പോകാൻ നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നത് എത്ര വലുതാണെന്നുള്ളത്. അതെ കണ്ണുപോയാലും വിലയേറിയും. സോ എനി ഹൗ ഇവർ രണ്ടുപേരും തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം, ജീവിതം അവസാനിപ്പിക്കാം. ഇവിടെ ഇല്ലെങ്കിൽ അവിടെയെങ്കിലും അങ്ങനത്തെ എന്താ സാധനം ഉണ്ടോ? ഇവിടെ ഉള്ളവനെ അവിടെ ഉണ്ടാവുള്ളൂ. അതാദ്യം മനസ്സിലായിക്കോളൂ കേട്ടോ. ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചവനെ അവിടെയും മര്യാദയ്ക്ക് ജീവിക്കുള്ളൂ. ഇതും ഒരു സ്വർഗമാണ്, തിരിച്ചറിയുക. ഇവിടെ നല്ല കർമ്മമുണ്ടോ അവിടെയും നല്ല കർമ്മം ഉണ്ടാവും. ഇവിടെ കർമ്മം തെറ്റാണോ അവിടെ നരകം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് നന്നായവർക്ക് അവിടെ നന്നാവും. ഇവിടെ നന്നാവാൻ ശ്രമിക്കാം. സോ ആക്ച്വലി എന്തായാലും ശരി,
ഇവർ രണ്ടുപേരും രണ്ട് നാട്ടുരാജ്യത്തിന്റെയും മാൽത്തറയുടെ പ്രധാന സെൻട്രൽ പൊസിഷൻ ജംഗ്ഷനിൽ തൂങ്ങിയത് എല്ലാവരും കാണുള്ളൂ, ആണോ അല്ലേ? അങ്ങനെ രണ്ടുപേരും കയറിൽ കെട്ടി തൂങ്ങി. ഏതായാലും ശരി, അവിടെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അവരിങ്ങനെ നിന്ന് തൂങ്ങിയാടുന്ന സീനാണ് പിറ്റേന്ന് രാവിലെ അതിലൂടെ നടന്നു പോകുന്ന ഒരു പാവം ഗ്രാമീണൻ കാണുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം എന്താ, നാട്ടിൽ അറിയപ്പെട്ട പ്രണയ കഥയാണ് ഇത്, ആണോ അല്ലേ? ഇത് അസ്തമിച്ചു. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്ന്, നാളെ ഞങ്ങളുടെ രാജാവും യജമാനാകാൻ പോകുന്ന വ്യക്തിയാണ് ഈ തൂങ്ങുന്നത്, ആണോ അല്ലേ? ഇവിടെയോ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാകാമെന്ന്, അവർക്ക് അമ്മയാകാം, പലതുമാകാം, ഒരു